മലപ്പുറം തലപ്പാറയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ കണ്ടു. ഇന്നലെ റോഡ് തകർന്നതിന് ഏതാനും കിലോമീറ്റർ അകലെയാണ് ഈ വിള്ളൽ കണ്ടത്. തലപ്പാറയിൽ നിന്ന് സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, ഇത് കാര്യമായിട്ടുള്ളൊരു വിള്ളലാണല്ലോ സമീർ, പറയൂ. എസ്.കെ.ന്റെ മലപ്പുറം ജില്ലയിലെ തലപ്പാറയിലും ദേശീയപാതയിൽ വിള്ളൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രധാന റോഡിലാണ് ഇപ്പോൾ വിള്ളൽ കാണുന്നത് എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. ഇങ്ങനെ നീളത്തിലാണ് ഈ ഭാഗത്ത് വലിയ രീതിയിലുള്ള വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഈ കോഴിക്കോട് നിന്നും തൃശ്ശൂർ പോകുന്ന ഭാഗത്താണ് ഈ വിള്ളൽ ഒരു വശത്തായി കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഇവിടെയും ഈ കൂരിയാട് പോലെ തന്നെ സമാനമായ രീതിയിൽ ഈ താഴ്ന്ന ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയാണ് ഇവിടെയും റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ വിള്ളൽ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. എന്നാൽ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഗതാഗത നിയന്ത്രണം പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൂർണ്ണമായും ഗതാഗതം ഈ ഭാഗത്ത് ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല. അടുത്ത നിമിഷം തന്നെ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഈ പോലീസും വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ പാടശേഖരമാണ് ഇവിടെയും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും വിള്ളൽ രൂപപ്പെടുമെന്നുള്ള ഒരു ആശങ്ക നാട്ടുകാർക്കുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രദേശവാസി നമ്മോടൊപ്പം ചേരുകയാണ്. ഇവിടെയും ഈ മണ്ണിട്ട് ഉയർത്തിയാണ് റോഡ് നിർമ്മിച്ചതല്ലേ? മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മൊത്തം മറിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് കൂടുതലായിട്ടും. ഇനി അതിനൊരു പരിഹാരം കാണണമെങ്കിൽ ഞങ്ങൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്, എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. രാവിലെയാണ് വിള്ളൽ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിക്കാരൊക്കെ നിർത്തിയിട്ട് വണ്ടി ഇപ്പോൾ വേറെ വഴിക്ക് തിരിച്ചു വിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടത് മുതൽ ഈ നിമിഷം വരെയുള്ള സമയത്ത് എന്തെങ്കിലും വിള്ളലിൽ വ്യത്യാസം? വിള്ളൽ കൂടി വരികയാണ്. വിള്ളൽ കൂടുന്നുണ്ട്. വിള്ളൽ കൂടുണ്ട്. ഞങ്ങൾ രാവിലെ വന്നപ്പോ ഇത്ര ഇല്ല. അപ്പൊ ഞങ്ങൾ 4 ആളുള്ളൂ. ഇപ്പോ ഇത് കൂടി വരികയാണ്. ഇപ്പൊ അവിടം വരെ എത്തി. ഇതിവിടെ കുറച്ചുള്ളായിരുന്നു. ഇപ്പൊ അവിടുന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. പിന്നെ ആ താഴെ ഭാഗം പൊട്ടി കീറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ താഴെ ഭാഗം അവിടെ ഒരു സ്ലാബ് ഇട്ടിട്ടാണ് അത് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മണ്ണ് നീങ്ങുന്നുണ്ടോ? മണ്ണ് നീങ്ങുന്നുണ്ട്. ഇത് പാടാണ്. ഇത് ഫുള്ള് പാടം മണ്ണിട്ട് കണ്ട് നിരത്തിയതാണ്. അതിനാൽ ഈ വെള്ളം ഇങ്ങനെ അടിയിൽ നിന്ന് ഓവല് ഇതില്ലാത്തതുകൊണ്ട് വെള്ളം പോകാനുള്ള സൗകര്യമില്ല. അപ്പൊ വെള്ളം കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മണ്ണ് ഊർന്ന് കണ്ട് കീപ്പോട്ട് ഇടിയാനുള്ള സാധ്യത കൂടുതലാണ്. തോടോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ തടസ്സമുണ്ടോ നിലവിൽ? തോടിന് ആദ്യം തടസ്സം ഉള്ളതാണ്. ഇവിടെ മണ്ണ് ഇത് കണ്ട് ഇപ്പൊ വീണ്ടും കൂടി വരികയാണ്. മൊത്തത്തിൽ കൂടി വരികയാണ്. എസ്.കെ.ന് ഇവിടെയും അല്പം ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ രാവിലെ ഈ നാട്ടുകാർ വരുന്ന സമയത്ത് ഇത്രയും വലിയൊരു വിള്ളൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ വിള്ളൽ വലുതായി വരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ റോഡിനോട് ചേർന്നുള്ള സർവീസ് റോഡിന് സമീപവും സമാനമായ രീതിയിൽ ഈ മണ്ണ് നീങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഈ സമീപത്തിലുള്ള തോടും ഒക്കെ തന്നെ താഴെ ഒഴുകി പോകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞ ഒരു സ്ഥിതി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇവിടെ ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടാൽ പരിശോധന നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നിലവിൽ വിള്ളൽ വലുതായി വരുന്നതോടെ തന്നെ ഗതാഗത നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സ്വാഭാവികമായും കടക്കേണ്ടി വരും. കാരണം അത്രയേറെ വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കോഴിക്കോട് തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെയുള്ള വാഹനങ്ങൾ ഇതുവഴി സഞ്ചരിക്കുന്നതാണ്. അത്രയധികം വാഹനങ്ങൾ സഞ്ചരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും. മാത്രമല്ല ഈ വിള്ളലിനുള്ളിലൂടെയൊക്കെ തന്നെ വെള്ളം മഴ ശക്തമായി ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം ഉള്ളിലോട്ട് ഇറങ്ങുന്നൊരു സാഹചര്യമുണ്ട്. അതും കൂടുതൽ ആശങ്കയ്ക്കിടയാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ജാഗ്രത തുടരുന്നുണ്ട്. മറ്റുള്ള ദേശീയപാതയുടെ മറ്റുള്ള ഇടങ്ങളിലും ഈ സമാനമായ രീതിയിൽ നേരിയ വിള്ളൽ വന്നതായുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വട്ടപ്പാറയിലും സമാനമായ രീതിയിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ അവിടെ നിന്നും വിളിച്ച് അറിയിക്കുന്നത്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്.